നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2025 മാർച്ച് മാസം 25 രാത്രിയിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 59ാമത്തെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃകൃപയിൽ ആശ്രയിച്ച് ഇന്ന് നടക്കുന്ന ഈ തിരുവചന പഠനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 58 ക്ലാസ്സുകളിലായി യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വരെയാണ് നാം പഠിച്ച് പൂർത്തീകരിപ്പാൻ കഴിയാത്തത്. ഇന്ന് രാത്രിയിൽ 16-ാം അധ്യായത്തിലേക്ക് നാം നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ വാക്കുകൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, നന്മയെ തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കുന്നല്ലോ. 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു മലയിൽ വെച്ച് ദൈവം തന്റെ ശിഷ്യഗണങ്ങളോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ നാം ചിന്തിക്കുന്നത്. 17-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. അവരോട് സംസാരിച്ച് തീർന്ന ശേഷമായി യേശു പ്രാർത്ഥിക്കുന്നതാണ് 17-ാമത്തെ അധ്യായം. 16-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ അറിയാം, മനുഷ്യനാണ്, ഇടറിപ്പോകാനുള്ള സാധ്യതകൾ ഉള്ളവരാണ് മനുഷ്യർ. നമ്മുടെ ബലഹീനതകളെ ദൈവം അറിയുന്നുണ്ട്. നമ്മളൊക്കെ എത്ര ഇടറിപ്പോകത്തില്ല, വിശ്വാസം നിലനിൽക്കും, സ്ഥിരത കാണിക്കും ഒക്കെ പറഞ്ഞാലും ദൈവത്തിന് അറിയാം ഇടറിപ്പോകാൻ അധിക സമയമൊന്നും വേണ്ട. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതീക്ഷയ്ക്കൊത്തോണം കാര്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ മനസ്സിനകത്ത് ചാഞ്ചാട്ടമുണ്ടാകും. ഇറങ്ങിയത് ശരിയായോ, വിശ്വസ് ശരിയായോ, പ്രാർത്ഥിച്ചത് ശരിയായോ, ഊർജ് ശരിയായോ, അങ്ങനെ 100 കണക്കിനുള്ള ചോദ്യങ്ങൾ മനുഷ്യന് ഹൃദയത്തിലുണ്ടാകും. ഈ ശിക്ഷഗണങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ അവര് അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ കാര്യത്തെ ദൈവം മുന്നമേ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വചനത്തിൽ ഉറപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഇടറിപ്പോകുമോ എന്നുള്ളതിന് തെളിവ് വേണമെങ്കിൽ നമുക്ക് യോഹന്നാന്റെ ജീവിതം പഠിച്ചാൽ മതി. നമുക്കറിയാം, യേശുവിനെ സ്നാനം നടത്തിയ യോഹന്നാൻ സ്നാപകൻ. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. 11-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനത് കണ്ടതെല്ലാം മറന്നു. പ്രതിസന്ധി വന്നപ്പോൾ, ജയിലിലകപ്പെട്ടപ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന ആ പ്രസംഗത്തിന്റെ ശക്തിയും മരുഭൂമി വിളിച്ചു പറയുന്നതിന്റെ ശക്തിയുള്ള ആ സംസാരങ്ങളും എല്ലാം താൻ ജയിലിലകപ്പെട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ സംശയം വരുവാനിടയാത്തത്. ഞാൻ സ്നാനപ്പെടുത്തി ദൈവം പറഞ്ഞ അനുസരിച്ച് പ്രാവ് പോലെ ആത്മാവ് വന്നിറങ്ങിയ യേശുവിനെ, സ്വർഗം തുറന്ന് ആത്മാവ് വന്നിറങ്ങിയതൊക്കെ കണ്ട യോഹന്നാൻ സ്നാപകൻ അവന്റെ തുടർന്നുള്ള ജീവിതത്തിൽ അവൻ ധൈര്യത്തോടെ ശുശ്രൂഷിച്ചത് യേശു ഭൂമിയിലുണ്ട്, ദൈവത്തിനുണ്ട് എന്നുള്ള ആ ധൈര്യത്തോടെയാണ് താൻ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ യോഹന്നാന്റെ ആഗ്രഹം, യേശുവിനെ മുഖാന്തരം യേശു ഉള്ളതുകൊണ്ട് കാരാഗൃഹത്തിൽ പ്രവേശിച്ചാൽ കുഴപ്പമില്ല, യേശു വിടിവിക്കും, അവൻ ശക്തനാണ് എന്നുള്ള ഉറപ്പൊക്കെ യോഹന്നാൻ ഉണ്ടായിരുന്നു. പക്ഷേ യോഹന്നാൻ കാരാഗൃഹത്തായിട്ട് യേശു അവനെ അവിടുന്ന് വിടിവിക്കാനായിട്ടുള്ള ഒന്നും തന്നെ ചെയ്തില്ല എന്നത് കണ്ടപ്പോൾ, വിടുതൽ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ, ഈ കാരാഗൃഹത്തിൽ കിടന്ന യോഹന്നാൻ സ്നാപകന് താൻ കണ്ടതെല്ലാം മറന്നു. കാരാഗൃഹത്തിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയത്തില്ല എന്നൊരു ചിന്ത വന്നപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി യേശുവിനോട് ചോദിക്കണം, നീയാണോ വരുവാനുള്ളവൻ, അതോ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. നീയാണോ അതോ മറ്റൊരുത്തനെ ഞങ്ങൾ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. സംശയം. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം മനുഷ്യനാണ്.
യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നാനപ്പെടുത്തിയ ശുശ്രൂഷ യോഹന്നാൻ ചെയ്തു. സൃഷ്ടിതാവാൻ ദൈവം സൃഷ്ടിയുടെ കൈക്കീഴിട്ടാണ് ഒരേ ഒരു സംഭവം യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറയാൻ കാരണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ യോഹന്നാനാണ് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത്. അപ്പോൾ ആ ശുശ്രൂഷ ചെയ്ത കർത്താവ് യഹോവയാം ദൈവനോട് പറഞ്ഞതെല്ലാം പ്രത്യക്ഷത്തിൽ കണ്ട് എന്നിട്ട് പോലും യോഹന്നാൻ ഇടറിപ്പോയി. ഇതുകൊണ്ടാണ് അവൻ സംശയം ഉണ്ടായിട്ട്, നീയാണോ വരാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചു ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യോഹന്നാനെ ചെന്നറിയിപ്പീൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. പറഞ്ഞു, നിങ്ങൾ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനാണ്. നിങ്ങൾ ചെന്ന് പറ, സുവിശേഷത്തിൽ പ്രകാരം ജനിച്ചവനായ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ പ്രമാണത്തിൽ ജനിച്ച നിയമപ്രകാരം ജനിച്ചവനായ യേശുക്രിസ്തു അവനാണെന്നും അവൻ മുഖാന്തരം ചെയ്യുന്ന പ്രവാചകന്മാർ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നുള്ളതും. നീയാണ് അവസാനത്തെ പ്രവാചകൻ. എന്നാൽ നിനക്ക് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാരുടെ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയിരിക്കുന്ന തന്നെയാണ്. നമുക്കറിയാം, ഇത് യശയാപ്രവചനത്തിലുള്ള വാക്യങ്ങളൊക്കെയാണ് കർത്താവ് എടുത്ത് ഉദ്ധരിച്ചത്. അപ്പോൾ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ ഇടറിപ്പോയി. യോഹന്നാനെതിരായി വന്ന ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഏലിയാവും ഇടറിപ്പോയിട്ടുണ്ട്. ഏലിയാവും ആ വലിയ ശുശ്രൂഷയ്ക്ക് ചെയ്ത ശേഷമായി അവൻ എന്ത് ചെയ്തു? അവനും ആ ചൂരച്ചെടിയുടെ കീഴിൽ പോയ അവിടെ ഗുഹയിൽ പോയി ഒളിപ്പാട്ടിടയാട്ടം. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നതോ സാക്ഷ്യം പറയുന്നതോ ഒക്കെ ആ ഒരു സമയത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് ഒരു വിശ്വാസത്തിന്റെ തോത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോഴാണ് അവരെ യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇത് നാം വായിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ഈ ശ്വാസം വിടുന്നവരെ അല്ലെങ്കിൽ കഥ വരുന്നവരെയും ഒന്നും പ്രശംസിപ്പാനില്ല. ആർക്കും ഒന്നും പറയാൻ കഴിയത്തില്ല. ഞാൻ വിശ്വാസത്തിൽ മരണാപര്യന്തം വരെ നിൽക്കുമെന്നോ അങ്ങനെ ചെയ്യുമെന്നോ ഇങ്ങനെ ചെയ്യുമെന്നോ ഒന്നും പറയാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും കഴിയാൻ പറ്റില്ല. ഒരു ദിവസം കഴിയുമ്പോൾ സ്തോത്രം പറയുക, കർത്താവേ വിശ്വാസം നിലനിർത്തിയതിനായി നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. അതല്ലാതെ ഒരു പ്രശംസയും എടുത്തു പറയേണ്ട. നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇടറിപ്പോകാനുള്ള സാധ്യതകൾ ഉള്ള ഒരു ലോകത്തിലായതുകൊണ്ട് അതാണറിയാം. തന്നെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ ഇടറിപ്പോയെങ്കിൽ എൻ്റെ കൂടെ 3.5 വർഷം നടന്ന ഈ പാവം പിടിച്ച ശിഷ്യന്മാരും ഇടറിപ്പോകും എന്നുള്ളത് കർത്താവ് കണ്ടുകൊണ്ടാണ് അവരെ കർത്താവ് വരാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ഓർപ്പിച്ചുണർത്തി കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇടറരുത്, നിങ്ങൾ ഇടറിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു. കർത്താവ് അവരെ ഉറപ്പിച്ചു, ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി ഉറപ്പിച്ചു. കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തൻ എല്ലാം ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയ ആരുമില്ലെന്നാൽ അവനിൽ എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവനോ എന്ന് പറഞ്ഞു. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനെന്ന് സംശയിച്ചത് കൊണ്ട് ഇവനായിരിക്കും ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയാനിടയായിട്ടുള്ളത്. അപ്പോൾ യോഹന്നാനേക്കാൾ സ്ത്രീകൾ ജനിച്ചവരിൽ വലിയവൻ ആരുമില്ല. അതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ചെറിയൊരു അവസ്ഥയിലേക്ക് അവൻ പോയി. കാരണം കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും യഹൂദനായിരിക്കുന്ന ഈ യോഹന്നാനിൽ ഇടർച്ചയുടെ സ്വഭാവം ഉയരുവാനിടയാത്തത്. നമുക്കറിയാം, സാഹചര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ എല്ലാം അവര് ഇടറിപ്പോയവരായിരുന്നു. അവര് എപ്പോഴും മത്സരിക്കുന്നവരും അല്ലെങ്കിൽ മത്സരികളായിരുന്നു. ദൈവത്തോട് എപ്പോഴും മത്സരിക്കുന്നവരായിരുന്നു. എന്നാൽ അവര് വിശ്വസ്തരാണ്. ഒരു വാക്തത്വസന്ധീയത ആയതുകൊണ്ട് ദൈവം അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അവരെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് ഇടറിപ്പോകാതിരിക്കുന്ന ഭാഗ്യവാൻ. അപ്പോൾ ഈ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇടറിപ്പോകരുത്, ഇടറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇടറിപ്പോകാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ?
ഇടറിപ്പോകാതിരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ വചനത്തെ ഓർക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. എന്താണ് വിശ്വാസികൾ ഇടറിപ്പോകാൻ കാരണം? ഇത് അവിശ്വാസികളെ സംബന്ധിച്ചല്ല ഇടർച്ച ഉണ്ടാകുന്നത്. അവിശ്വാസികൾക്ക് അറിയത്തില്ല, അവർ ഇടറിപ്പോകുന്നില്ല, അവര് അറിയുന്നില്ല. എന്നാൽ ഇടറിപ്പോകുന്നത് ശുശ്രൂഷ ചെയ്യുന്നവരും വിശ്വാസമുള്ളവരുമായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിനാണ് ഇടർച്ച ഉണ്ടാകുന്നത്. അപ്പം ഇടർച്ച ഉണ്ടാകുന്ന കാരണം എന്ത് എന്ന് അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേട്ടും ജീവിതത്തിന്റെ ക്രിസ്തുവിനെ കണ്ടു പഠിച്ചതായ, സംസാരം കേട്ട് പഠിച്ചതായ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഈ വിവരം വളരെ വ്യക്തമായി തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇടറിപ്പോവാൻ കാരണമെന്ന് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി. അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇടറിപ്പോയത്? മുമ്പ് പറയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. 7-ാം വാക്യം, വീട് പണിയെന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രവചനവാക്യങ്ങൾ നിവൃത്തിയിരിക്കപ്പെടാൻ വേണ്ടി അവരെ അതിനെങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളോ അന്ധകാലത്തിന്റെ അത്ഭുതത്തെ, കർത്താവ് പറയാൻ 2 വ്യത്യസ്തത കാണിക്കുകയാണ്. ഒന്ന്, പുതിയ നിയമവിശ്വാസിയും പഴയ നിയമത്തിന്റെ ഇസ്രായേലിനും തമ്മിലുള്ള വേർതിരിച്ചിട്ട് പറയുകയാണ്, അവർ തള്ളിക്കളഞ്ഞു കല്ല് തന്നെ, എന്നാൽ ആ കല്ല് മൂലക്കല്ലായി തീർന്നു. ചിലർക്കത് ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ ഇടറിപ്പോയി. അവന് ക്രിസ്തുവേശു അവസാനം ഇടർച്ചക്കല്ലായി തീരുവാട്ടടിയായി തീർന്നു. എന്നാൽ ചിലർക്ക് തടങ്കൽപ്പാറയായി തീർന്നു. പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് രക്ഷിക്കപ്പെടാൻ പോലും കഴിയാതായി പോയി. അവര് അത്രമാത്രം ആ ക്രിസ്തുവുമായിട്ടുള്ള മത്സരത്തിൽ, എതിർപ്പിൽ അവർ ധൂളിയായി പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കല്ലിന്മേൽ തട്ടുന്നവനെല്ലാം ധൂളിപ്പോകും, അല്ലെങ്കിൽ പൊടിയായി പോകും എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു അവൻ ആ സാമ്രാജ്യത്വങ്ങൾ ഇടിച്ചു തകർക്കുന്ന കല്ലാണ്. അപ്പോൾ സഭയുടെ അടിസ്ഥാനക്കല്ലായിട്ട് യേശുവിനെ സഭയുടെ അടിസ്ഥാനക്കല്ലായി പണിയുമ്പോൾ തന്നെ ഇതേ കല്ല് തന്നെയാണ് ദാനിയേൽ പ്രവചനത്തിൽ കണ്ടത്. ഒരു കല്ല് കൈ തൊടാതെ പറിഞ്ഞു വന്ന് ഈ ബിംബത്തെ അതിനെ അടിച്ച് കളത്തിലെ മെതിക്കളത്തിലെ പൊടി പോലെ ആക്കി കളഞ്ഞു എന്നുള്ളത് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരെ ധൂളിയാക്കി കളഞ്ഞു. സാമ്രാജ്യത്തിൽ തകർത്ത് കളയുന്ന കല്ലാണ് ക്രിസ്തു വന്ന കല്ല്. എന്നാൽ യേശു ക്രിസ്തു വന്ന കല്ല് ചേർത്ത് പണി എന്ന കല്ലുമാണ്. ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ ക്രിസ്തു രക്ഷകനും ശിക്ഷകനുമാണ്. അവൻ ന്യായാധിപതിയും അവൻ രക്ഷിപ്പാനും ശിക്ഷിപ്പാനും ശക്തനായവനാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം ചിന്തിച്ചു പോകരുത്. ക്രിസ്തുയേശുവിലാണ് സകല ന്യായവിധി അധികാരം വെച്ചിരിക്കുന്നത്. സകലത്തെയും തകർക്കേണ്ടത് അവനാണ്. ഇനിയുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് രക്ഷകനായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത്. യേശു ഇസ്രായേൽ രക്ഷകനായിട്ട് വരും. എന്നാൽ മറുഭാഗത്ത് സാമ്രാജ്യത്തിൽ തച്ചുടച്ച് കളയുന്ന കല്ലായി മാറും. അവനോട് ഇടറുന്നവർ, അവനോട് എതിർത്ത് നിൽക്കുന്നവർ, തടങ്കൽ പാറയറ്റിരുന്നവരെല്ലാം ദൈവം ധൂളിയാക്കി കളയുമെന്നാണ് നമുക്ക് ദൈവം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുക. അതിലേക്ക് കൂടുതൽ എടുത്തു പോകാനാകുക. ആ വിഷയം എടുത്തു പോയാൽ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ കുറെ സമയം എടുക്കേണ്ടി വരും. ഞാനതിലേക്ക് പോകുന്നില്ല. യേശയ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം 14-ാം വാക്യവും ഒക്കെ സംഘത്തിന് 118-ാം അധ്യായം 22-ന്റെ വാക്യമൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ 2-ാം അധ്യായം 7-ാം വാക്യം പത്രോസ് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും മാറ്റുന്നു എന്നവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിനെ കുറിച്ച് കർത്താവിനെ പറയുകയാണ്, അവൻ പാറയാണ്, യഥാർത്ഥമായ ആശ്രയമാണ്, ഇതെല്ലാമാണ്. പക്ഷെ എന്നാൽ വിശ്വസിക്കാത്തവൻ ഈ പാറ തകർത്ത് കളയുന്ന, അവനെ തകർത്ത് കളയുന്നതാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വചനം ആണ് നമ്മെ ഇടറാതെ നമ്മെ നിലനിർത്തുന്നത്. ഒരു വിശ്വാസി ഇടറാതെ നിൽക്കുന്നതിന്റെ കാരണം അവനിൽ ദൈവവചനം ഏതെങ്കിലും വിധത്തിനുള്ളിൽ വരും. ഒന്നെങ്കിൽ അത് പാട്ടിലൂടെ, അല്ലെങ്കിൽ നല്ല ദൈവവചനം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ, വായിക്കുമ്പോഴൊക്കെ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ വരുമ്പോൾ ഇടറിപ്പോകാതിരിക്കാൻ കഴിയത്തുള്ളൂ. അതെ, നമുക്ക് അന്നേരം തന്നെ ഓർമ്മ വരും, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, അവൻ എന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രിയിലും നാം ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ, നാം ഉറപ്പുള്ളവരായിരിക്കണമെങ്കിൽ, ക്രിസ്തുമായിട്ട് ചേർന്ന് നിൽക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം. ദൈവനെ അനുസരിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം.
ദൈവനെ കേട്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ മാത്രമേ ഇടറിപ്പോകാതെ ഇളകിപ്പോകാതെ ഇരിക്കുകയുള്ളൂ. ഇളകിപ്പോകുക ഇടറിപ്പോകുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയുള്ള സംഭവങ്ങൾ വർദ്ധിക്കിച്ചു വരുന്ന കാലഘട്ടമായിരിക്കുന്നത്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന പല ആരാധന സ്ഥലങ്ങളും മറ്റു പല കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം UK മുതലായ പല രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്നും കണ്ടുകൊണ്ട് ഞാൻ നെഞ്ചത്ത് അടിക്കത്തില്ല. കാരണം എനിക്കറിയാം കർത്താവ് പറഞ്ഞ വചനമാണ് നിവർത്തിയിരിക്കപ്പെടുന്നത്. പക്ഷേ അതങ്ങനെ സംഭവിക്കേണ്ടതാണ്. കാരണം കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ, അഥവാ മനുഷ്യപുത്രൻ ഭൂമി പ്രത്യക്ഷപ്പെടുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാ ചോദിച്ചു. പറഞ്ഞതിന്റെ അർത്ഥം വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചാൽ ഒരു യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയെ, ഒരു സുവിശേഷ വിശ്വസിനെ കണ്ടെത്താൻ കഴിയത്തില്ല. ആ കാലഘട്ടത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടമായി എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. പലയിടത്തും അത് മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്തീയ രാഷ്ട്രങ്ങൾ മാറിപ്പോകും, അത് നിലനിൽപ്പല്ലാതെ തീരും. അവസാനത്തിലേക്ക് വരുമ്പോൾ വിശ്വാസിയെ കാണാനില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പം ലോകത്തിലെ അവസാനത്തേക്ക് എത്തുമ്പോൾ ദൈവനെ വ്യാപരിക്കും, അത് ശരിയാണ്. അതോടൊപ്പം തന്നെ അത് ലോകാവസാനത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ വിശ്വാസം പൊയ്പോകും, വിശ്വാസം ആരും കാണത്തില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സമയമായതുകൊണ്ട് വിശ്വാസ തികവിലേക്കുള്ള സമയമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ദൈവമക്കൾ ഒരിക്കലും ഇനിയൊരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. നാം കഴിഞ്ഞ ഫാമിലി കോൺഫറൻസ് അതേക്കുറിച്ച് പഠിച്ചു, പുസ്തകം റിലീസ് ചെയ്തു. അപ്പോൾ നമുക്കിനി പ്രത്യേക ഒരു അഭിഷേകമല്ല ആവശ്യം, നാം വചനമായി അനുസരിച്ച് പഠിച്ച് എറിപ്പോകാതെ നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മറ്റൊരു അഭിഷേകത്തിന് വേണ്ടിയോ ഇന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ യോഹന്നാൻ വിചാരിച്ചത് വേറൊരുത്തം വരണമെന്നോ എന്നാണ്. പ്രിയപ്പെട്ട ഒരു ദൈവസഭയെ നമുക്കിനി പരിശുദ്ധാത്മാവ് കൂടാതെ വേറൊരു അഭിഷേകം വേണ്ട, അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇടറിപ്പോകുന്നവരവര്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രാരംഭ ശുശ്രൂഷ ഘട്ടങ്ങളിൽ യോഹന്നാൻ സ്നാപകന് സംഭവിച്ച അതേ സംഭവമാണ്, അതേ അവസ്ഥയാണ് ഇന്നത്തെ ഈ ദൈവസഭകളിൽ പലർക്കും ഉണ്ടാകാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവസഭയെ ശക്തമായി പണിതുയർത്തി ഭൂമിയിൽ അവന്റെ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സാധിക്കത്തില്ല എന്നുള്ള ചിന്തയുണ്ടായി. ഇനി ഒരു അന്തികാല അഭിഷേകം ഉണ്ടാകണമല്ലോ, പ്രത്യേക ഒരു ലാറ്റർ റെയിൻ വരും, അല്ലെങ്കിൽ ഒരു പിന്മഴ വന്ന് ദൈവസഭയെ പുതുക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകന് പറ്റിയ അതേ അബദ്ധമാണ് ഇത്തരം ചിന്താഗതികൾക്കുള്ളവർക്ക് പറ്റാൻ പോകുന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുക. കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു. കാരണം അന്ന് യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലായില്ല, യോഹന്നാൻ സ്നാപകന് മനസ്സിലായില്ല, ഇടറിപ്പോയി. ഇപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അസാധ്യമാണ് എന്നുള്ള ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന അഭിഷേകം പോരാ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരുത്തിക്കോണം. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന തെറ്റ് യോഹന്നാൻ സ്നാപകന് പറ്റി അതേ തെറ്റായിരിക്കും. ഈ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതി മാറണം, അല്ലെങ്കിൽ ഇടറിപ്പോകും. പരിശുദ്ധാത്മാവിനെ അവിശ്വസിക്കരുത്. 1-ാം നൂറ്റാണ്ടിൽ ഉയർത്തിയ ദൈവസഭയുടെ കാര്യസ്ഥനായി ദൈവമാക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇതുവരെയും കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ ശക്തനാണെങ്കിൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത വരെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരിക്കും. അവന് മീതെ മറ്റൊരു ശക്തിയോ മറ്റൊരു അഭിഷേകമോ വരികയില്ല. അങ്ങനെയുള്ള ചിന്താഗതി വന്നാൽ ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്നു, വ്യക്തമാക്കി പറയുന്നു, നിങ്ങളുടെ ചിന്താഗതികളിലേക്ക് ആരെങ്കിലും പോയാൽ യോഹന്നാൻ സ്നാപകനായിരിക്കുന്ന പ്രവാചകന്മാരിൽ പഴയ നിയമപ്രവാചകൻ അവസാന പ്രവാചകൻ ഉണ്ടായിരുന്ന അതേ ഗതി തന്നെയായിരിക്കും അത്തരം പഠിപ്പിക്കലുകൾക്ക് ഉണ്ടായിരിക്കുന്നത്, ആ ഒരു ചിന്താഗതികൾക്ക് ഉണ്ടായിരിക്കുന്നത് മനസ്സിലായതുകൊണ്ട് ദൈവവചനത്തെ അഴിക്കരുത്, അങ്ങനെ അഴിച്ചു പഠിപ്പിക്കരുത്. ഉള്ളതിനെ ഉള്ളതുപോലെ പഠിപ്പിച്ച് വേണം ദിവസത്തിൽ മുമ്പോട്ട് പോകുവാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയും അത് മനസ്സിലാകുകയും ചിന്തിക്കുകയും രാത്രിത്വമൊക്കെ പറയാൻ സാധിക്കും. എന്നിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം അത് ശക്തമാണ്. എന്നെ ഈ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നെ തികവുള്ളവനാക്കി കർത്താവിന്റെ മണവാട്ടിയാക്കി തീർക്കുവാൻ ഇന്ന് ഭൂമിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാം ദൈവിക തൃത്വത്തിന്റെ ആളർത്ഥമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനപ്പുറമായി
മറ്റൊരു ശക്തിയും ദൈവസഭയുടെ മേൽ പകരപ്പെടുകയില്ല എന്നുള്ള ദൂതും അതിശക്തമായ ഭാഷയിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാനത് ഇന്ന് രാത്രിയിൽ ദൈവത്തെ അറിയിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാണ്. കാരണം ഇടറിപ്പോകുന്ന നമ്മൾ ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ അന്ന് കർത്താവ് പറഞ്ഞു ഇന്നിപ്പോ എന്ത് സംഭവിക്കാനാ എന്ന് വിചാരിക്കരുത്. കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അന്ന് കർത്താവ് പറഞ്ഞു നിങ്ങൾ ആ നൂറ്റാണ്ടിലെ സഭ അല്ലെങ്കിൽ ഈ പ്രാരംഭഘട്ടത്തിലുള്ള അപ്പോസ്തലന്മാരെ നോക്കി കർത്താവ് പറഞ്ഞു ഇടറിപ്പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് അനുസരിച്ചോണം, അത് മനസ്സിലായിക്കൊണ്ടെന്ന് പറഞ്ഞ് കർത്താവിനെ ഉറപ്പിക്കണം. എന്താണ് എന്നുള്ളത് തുറന്നു പറയുക. തുറന്നു പറയുമ്പോൾ കർത്താവിനെ നന്നായി ഉറപ്പിച്ചു. ഇവർക്ക് അത് ഈ യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചവരെ കാണുന്നവരെയും പിന്നീട് ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ ശക്തരായിത്തീരുന്നവരെയുമുള്ള ആ 10 ദിവസത്തെ പീരീഡിൽ ദൈവം അവരെ ഉറപ്പിച്ചു നിർത്തി എന്നുള്ളത് നമുക്ക് കാണാം. കർത്താവ് പുനരുത്ഥാനം ചെയ്ത് 40 ദിവസം കഴിഞ്ഞിട്ട് കഷ്ടം സഹിച്ച ശേഷമായി 40 ദിവസം അവൻ ഭൂമിയിൽ സഞ്ചരിച്ചു. അതിനുശേഷമായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. 40-ാം ദിവസം യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാഭിഷേകം വരുന്നത്. എന്നാൽ അതിന് മുമ്പായി ഈ 10 ദിവസം കൊണ്ട് ഇവര് തെറ്റിപ്പോകാതിരിക്കാൻ, ഇടറിപ്പോകാതിരിക്കാൻ, പിന്മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവരുടെ മേൽ അവരെ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടാണ് കർത്താവ് പോയെന്ന് പറഞ്ഞാൽ ഇടക്കാലമായിട്ട് അഭിഷേകം അവന് പകർന്നാണ് കർത്താവ് പോയതിനു ശേഷമാണ് അവർക്ക് അഭിഷേകം. ആലോചിച്ച് നോക്കുക, കർത്താവ് തന്റെ ശിക്ഷഗണത്തെ ഒരു നാളും കൈവിട്ടില്ല. അവൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നില്ല. അപ്പോൾ കർത്താവ് പോകുന്നതിന് മുമ്പായി അവരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ തൃത്വമായിരിക്കുന്ന ആളത്തെ മറിഞ്ഞു വന്ന് സഭയെ ശക്തമായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് രാത്രിയിലും നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് യേശുവിങ്കിൽ ഇടറിപ്പോയ യോഹന്നാനെ പോലെയോ യഹൂദന്മാരെ പോലെയോ നാം ഈ കാലഘട്ടത്തിലാകരുത്. ശരിയാണ്, കർത്താവിന്റെ വരവ് അടുക്കുന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ കർത്താവിന്റെ വരവ് അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും യുദ്ധങ്ങൾ കണ്ടുകൊണ്ടോ കോവിഡ് കണ്ടുകൊണ്ടോ ഞാൻ പഠിപ്പിക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ ദൈവസഭയെ അങ്ങനെ പഠിപ്പിക്കരുത്. കാരണം പുറമേ പ്രസംഗിക്കും, പുറമേ ലോകാവസാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അവസാന ലക്ഷണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷെ ദൈവസഭയെ ഒരിക്കലും പുറമേയോട് സംഭവിക്കുന്ന കോവിഡ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം കണ്ടുകൊണ്ടൊന്നുമല്ല സഭയെ ഒരുക്കേണ്ടത്. ലക്ഷ്യം അറിയിച്ച് വേണം ദൈവസഭ ഒരുക്കാനായിട്ട്. ലക്ഷ്യം അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാം മരിക്കുമല്ലേ കർത്താവ് വരും. നമ്മുടെ മരണം എന്താണെന്നോ ലോകത്ത് മാറ്റപ്പെട്ട കർത്താവ് നമുക്കറിയത്തില്ല. നമ്മുടെ ലക്ഷ്യമുണ്ട്, കർത്താവ് വരുമ്പോഴേക്ക് പോകണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഒരുങ്ങുന്ന. ലക്ഷണം കണ്ടുകൊണ്ടല്ല, ലക്ഷണം നോക്കിയല്ല നാം ഒരുങ്ങേണ്ടത്, ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഒരുങ്ങേണ്ടത്. അതേ മക്കൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്ഷണങ്ങളല്ല നമ്മളെ ഒരുക്കുന്നത്, ലക്ഷ്യമാണ് നമ്മളെ ഒരുക്കേണ്ടത്. അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ അവന് പിന്നെ പ്രയാസമില്ല, അവന് ബുദ്ധിമുട്ട്. അവൻ എന്നും അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു എന്ന് പറഞ്ഞ കുഴപ്പം കോവിഡ് വന്നു മാറി, യുദ്ധം വന്നു മാറിപ്പോയി, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും, ഇവന്റെ വിശ്വാസം പോകും, പിന്നീട് അടുത്തൊരു പരിപാടി വരുമ്പോൾ ഒരുങ്ങുള്ളൂ. അങ്ങനെയല്ല ഒരുങ്ങേണ്ടത്. നാം ലക്ഷ്യം കണ്ട് ഒരുങ്ങുന്നവരായിരിക്കണം. ലക്ഷണം കണ്ട് ഒരുങ്ങേണ്ടത് അവർ രക്ഷയിലേക്ക് വരുന്നത് ലോകജാതികളാണ്. അതുകൊണ്ട് എറിയിപ്പോയിരിക്കാനുള്ള സന്ദേശം ഇവിടെ 16-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിന്റെ ബന്ധത്തിൽ ഞാൻ ദൈവസഭയുള്ള ബന്ധത്തിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മളോടുള്ള ദൂതായിട്ട് അറിയിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഇനി ഞങ്ങള് വേറെ ഒരുത്തിനെ കാത്തിരിക്കണോ എന്ന് ചോദിച്ച ചോദ്യം, ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവിക തൃത്വം ആളത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറം വേറൊരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ലാറ്റർ റെയിൻ, ഒരു പിന്മഴ വരണം, അതാണ് ഞങ്ങളെ അന്ത്യകാല അഭിഷേകമായിട്ട് അഭിഷേകം ചെയ്യുന്നുള്ളൊക്കെയുള്ള ചിന്താഗതിയും പഠിപ്പിക്കലും വന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിടെ കാണിക്കുന്ന അവിശ്വസ്തതയാണ് കാണിക്കുന്നത്. രാത്രി കാര്യം മനസ്സിലായിരിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ അതെന്റെ മനസ്സിലാക്കുകയും എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന പുനരുത്ഥാന ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ മാത്രം മതി, അതിനപ്പുറമായിട്ടുള്ളൊരു അഭിഷേകം എനിക്ക് ആവശ്യമില്ല. കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകം അതാണ് ദൈവസഭയുടെ അഭിഷേകം, അത് മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ എളിയ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് അത് എന്നെ തികവിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ കഥ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ, കഴിഞ്ഞ 2000 വർഷമായി അനേക ഭക്തന്മാരെ ദൈവത്തിന്റെ തികവിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ പരിശുദ്ധാത്മാവിന് ഈ സമയത്തും നമ്മെ തികവിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനപ്പുറമായിട്ടുള്ള ഒരു ആത്മാവിന്റെ വ്യാപാരം ദൈവസഭയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ 1-ാം വചനത്തിൽ നിന്ന് ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് കഥ പറഞ്ഞു, അവർ നിങ്ങളെ പള്ളി പ്രശ്നരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന്റെ വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു.
കർത്താവ് ഇവിടെ പറഞ്ഞു, ആ, ആ, 4 കൂട്ടം കാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഒരു വിശ്വാസി പ്രതീക്ഷിക്കേണ്ടത്, ലോകത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് 4 കൂട്ടം കാര്യങ്ങളാണ്. അത് നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. എപ്പോഴും നാം മുമ്പിൽ വരാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതാണ് മാക്സിമം വരാനുള്ളത്. അത് ഒരു വിശ്വാസി, അത് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചു. ഒന്ന്, കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ പകയ്ക്കും. 15-ാം അധ്യായം 19-ാം വാക്യം. കർത്താവ് പറഞ്ഞു 4 കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ട 4 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാധാനിക പ്രേരണയുള്ള ഈ ലോകത്തിന്റെ അധികാരവർഗങ്ങളെന്ന് അല്ലെങ്കിൽ സുവിശേഷ വിരോധികളായിരിക്കുന്നതെന്ന് ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു ദൈവമകൾ അല്ലെങ്കിൽ ഒരു സഭ നേരിടേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. അതിൽ 4 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ പകയ്ക്കും. നമുക്കറിയാം, വിശ്വാസം വരുമ്പോൾ പകയ്ക്കപ്പെട്ടിട്ടുള്ളവർ, പകയേറ്റിട്ടുള്ള എത്ര പേരുണ്ട്? പകച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, പകയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെ നമ്മെ പകച്ചവരുണ്ട്, അല്ലേ? സഹോദരനെന്ന് പറഞ്ഞിട്ടുണ്ട്, സഹോദരിയെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറുന്ന പറഞ്ഞിട്ടുണ്ട്, സ്വത്ത് തരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി രീതിയിലുള്ള പകയുണ്ടാകും. ഇനി വിശ്വാസ കുടുംബത്തിൽ ജനിച്ചവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം വീട്ടിൽ നിന്നില്ലെങ്കിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ പകയുണ്ടാകും, കൂട്ടുകാരുടെ ഇടയിൽ പകയുണ്ടാകും. അങ്ങനെ പല മേഖലകളിൽ നിന്ന് പകയ്ക്കും. വിശ്വാസിയെ ലോകം പകയ്ക്കും. രണ്ടാമത്, പകയ്ക്കുകയല്ല, ഉപദ്രവിക്കുകയും കൊടുക്കും. 15-ാമത്തെ 20-ാം വാക്യത്തിൽ ഉപദ്രവിക്കും. അതാ പറഞ്ഞു, പകയ്ക്കും. ഇനി ചിലർക്ക് കഴിവുള്ളവരാണെങ്കിൽ അവർ ഉപദ്രവിക്കും. നമുക്കറിയാം, മക്കളൊക്കെ വിശ്വാസം പറഞ്ഞ അപ്പന്മാരൊക്കെ അവർക്ക് അധികാരമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പെമ്മക്കളെ ആമക്കളെ ഒക്കെ പിടിച്ച് ഒരുപാട് തല്ലിയിട്ടുണ്ട്. തിരിച്ച് അപ്പന്മാർ വിശ്വാസം വന്നാൽ മക്കളങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ ഭാര്യ വിശ്വാസം വന്നാൽ ഭർത്താക്കന്മാർ ഉപദ്രവിക്കും. കാരണം അവർക്ക് അധികാരമുണ്ട്, അവരതിനുള്ള ചെയ്യുന്നവർ. അല്ല, ഒരിക്കലും തിരിച്ചു ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവം. ഞാൻ ഉദാഹരണം പറഞ്ഞു പോകുന്നത്. എന്നാൽ ഉപദ്രവം എവിടെ നിന്നും ഉണ്ടാകാം. അതേക്കുറിച്ച് തെളിവുകൾ, നിരവധി തെളിവുകൾ നമുക്കുണ്ട്. അപ്പം ശൗല് തന്നെ പറഞ്ഞു, ഞാൻ ഈ സഭയെ ഉപദ്രവിച്ചവനാണ്, മുടിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചവനാണ്. പക്ഷേ ദൈവം എന്നെ എന്ത് ചെയ്തു? എന്നെ അതിൽ നിന്ന് വേർതിരിച്ച് ഇന്ന് ഞാൻ ഉപദ്രവം ഏൽക്കുന്നവനായി തീർന്നു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത് കർത്താവ് പറഞ്ഞത്, അവർ നിങ്ങളെ പള്ളിപ്രശ്നരാക്കും. 16-ാം അധ്യായം 1, 2 വാക്യങ്ങൾ. അവർ നിങ്ങളെ പള്ളിപ്രശ്നരാക്കും. നമ്മളെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ പേര് വെട്ടിക്കളയും. നമ്മളെ എന്ത് ചെയ്യും? അവർ ഔട്ടാക്കും. നമ്മൾ ദൈവകൃപയാൽ ഇറങ്ങിപ്പോകുന്നതിനായ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ഇറക്കി വിട്ടതല്ല, നമ്മൾ ഇറങ്ങിപ്പോകുന്നതാണ്. നമ്മളെ തള്ളിക്കളഞ്ഞത്. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെയല്ല. അവരവരെ പള്ളിപ്രശ്നന്മാരാക്കും എന്നുള്ളൊരു നിയമം വെച്ച്. പക്ഷെ അവർക്ക് നിലനിൽപ്പ് ആ ഒരു പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ രാഷ്ട്രം നിലനിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവരതിനെ ഭയപ്പെട്ടിരുന്നുള്ളത് നമുക്ക് ആസാം. ഇപ്പം അവര് യഹൂദനായിരിക്കുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമായതുകൊണ്ട് യഹൂദൻ അല്ലാതായി കഴിഞ്ഞാലുള്ള സ്ഥിതി അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പലരും യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റു പറയാതിരുന്നത്, പള്ളിപ്രശ്നരാകാതിരിക്കാൻ വേണ്ടി. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചിരുന്നു, നേരത്തെ ചിന്തിച്ച കാര്യങ്ങളാണ്. പറഞ്ഞവർ നിങ്ങളെ പള്ളിപ്രശ്നരാക്കും. യഹൂദന്മാരുടെ ബന്ധത്തിൽ ശിഷ്യന്മാർ പറയാണ്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അവർ നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ പള്ളിപ്രശ്നരാക്കും, അതിൻ്റെ അടുത്തത് നിങ്ങളെ കൊല്ലും. 16-1-2 പറയുന്നത്. ഇതാണ് മാക്സിമം. ഒരു വിശ്വാസി അഭിമുഖീകരിക്കേണ്ട 4 പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ഇതൊക്കെയാണ്. 1, പകയ്ക്കും. 2, ഉപദ്രവിക്കും. 3, പള്ളിപ്രശ്നരാക്കും. 4, കൊല്ലും. ഇത് മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസം വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ലോകം നമുക്കെതിരാണ്. ലോകത്തിനുള്ള സാത്താൻ, ലോകത്തിന്റെ ദൈവം നമുക്കെതിരായതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മക്കളായി കഴിയുമ്പോൾ യുദ്ധമുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ അവര് ജഡപരമായിട്ടാണ് നമ്മളോട് പോരാടുന്നത്. എന്നാൽ നാം അവരോട് ആത്മീയ പോരാട്ടത്തിലാണുള്ളത്. നമുക്കൊരിക്കലും ജഡപരമായ പോരാട്ടം, ജഡീക പോരിന്റെ ആയുധങ്ങളല്ല നമുക്കുള്ളത്. അവർക്ക് ദുഷ്ടശക്തിയുടെ ശക്തികളും അതുപോലെ ജഡവും കൂടിയാണ് പോരാടുന്നത്. അവർ പോരാടുന്നത് ജഡത്തിന്റെ ആയുധങ്ങളോടുകൂടിയും പൈശാശക്തിയുടെ ശക്തി കൂടിയാണ് അവർ പോരാടുമ്പോൾ. നമ്മൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിന്റെ ശക്തി കൊണ്ട്. നാം പോരാടുന്നത് നീതിയുടെ അവയവങ്ങൾ കൊണ്ടാണ്, ആത്മാവിന്റെ ആയുധങ്ങൾ കൊണ്ടാണ് നാം പോരാടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മളാരെയും നമ്മളെ നമ്മളൊന്ന് വിശ്വാസം വന്ന ആരെയും അവിടെ പിന്നാലെ പോയി നമ്മൾ ഉപദ്രവിക്കാൻ പോകത്തില്ല. വിശ്വാസം വന്ന ഒരാൾ പിന്മാറിപ്പോയാൽ നമ്മൾ അതിന്റെ പുറകെ പോയി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുള്ളൂ, എങ്ങനെയെങ്കിലും മടങ്ങി വരാൻ വേണ്ടി ആഗ്രഹിക്കുള്ളൂ. അതായത് നമ്മുടെ പ്രസ്ഥാനത്ത് നിന്ന് പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളവരെ ഇല്ലാതാക്കാനായിട്ട് ഒന്നും പോകത്തില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, പിന്മാറ്റക്കാർ മടങ്ങി വരണമേ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്.
അതല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. അവർ ഉപദ്രവിക്കാൻ പോകത്തില്ല. എന്നാൽ ലോകം ചെയ്യുന്നത് അവർ പകയ്ക്കും, ഉപദ്രവിക്കും, പള്ളി പ്രഷറാക്കും, കൊല്ലും. എന്താ പറഞ്ഞ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ അറിഞ്ഞോണം. ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. ഞാൻ ഇത് നേരത്തെ പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അത് പറയുകയാണ്. അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദ്യം ഇത് നിങ്ങളോട് പറയാത്തത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. കർത്താവ് പറഞ്ഞു, നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ പറയാതിരുന്നത് ഇടയൻ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ സുരക്ഷിതരായിരുന്നു. എന്നാൽ ഇടയനെ വെട്ടുവാൻ പോവുകയാണ്, ആടുകൾ ചെതറിപ്പോകും. നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തിലേക്ക് ചെതറിപ്പോകുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകരുത്. അതുകൊണ്ട് കർത്താവ് പറയുക, ഈ അനുഭവമാണ് ഉണ്ടാകാൻ സാധ്യതകളുള്ളത്. അതുകൊണ്ട് പത്രോസേ നീ ശ്രദ്ധിച്ചോളണം, യോഹന്നാനെ നീ ശ്രദ്ധിച്ചോളണം. ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 11 ശിഷ്യന്മാരുടെ പേരുകളെടുത്ത് പറഞ്ഞു കാണും. അതെ, നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങൾക്കത് സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. എന്നെ ലോകം പകച്ചു, എന്നെ ലോകം ഉപദ്രവിച്ചു, എന്നെ അവർ ശമര്യനാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു, ഭൂതാത്മാവുള്ളവനാണെന്ന് പറഞ്ഞു. അവരെന്നെ പുറത്താക്കി കളഞ്ഞവനാ. എന്നിട്ട് പറഞ്ഞു, എന്നെ കൊല്ലുവാനുള്ള, ഞാൻ മരിക്കുവാനുള്ള നാഴിക വന്നുമിരിക്കുന്നു. രാത്രിയിൽ കർത്താവ് പറഞ്ഞ കാര്യം വ്യക്തമായി ഇന്ന് മനസ്സിലാകുന്നു. കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മളിത് ഇതൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ അതുകൊണ്ട് മനസ്സിലാകത്തില്ല. കാരണം അത് ആഴമായ രീതിയിൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അന്ന് നടന്ന സംഭവങ്ങളുടെ ആ പശ്ചാത്തലം നമ്മുടെ ഹൃദയത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവനെ വായിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക്, അന്നത്തെ സാഹചര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ മറിഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളുടെ നിഗൂഢതകൾ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വായിച്ചു പോകാം, ജസ്റ്റ് വായിച്ചു. എന്നാൽ അതല്ല കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് മറിഞ്ഞിരിക്കുന്ന അനവധി മർമ്മങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ, ആദ്യം ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകൊണ്ട് അത്രേ എന്ന് പറഞ്ഞ കർത്താവ് ഇടയനുണ്ട്, നിങ്ങളെ ആരും തൊടത്തില്ല. കാരണം ഞങ്ങളോടത്തോളം കാലം ഒരൊറ്റ മനുഷ്യൻ പോലും നിങ്ങളെ കൈയോങ്ങയില്ല. നിങ്ങൾ എൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു, നിങ്ങളുടെ ചിറകിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ ഞാൻ ലോകത്തുനിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ് എന്നുള്ള ആ സമയം വന്നപ്പോൾ യേശു അവൻ്റെ ശിഷ്യന്മാരുടെ പോകാതിരിക്കുവാൻ വേണ്ടി കർത്താവ് അവരെ പറഞ്ഞുറപ്പിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങളെ കൊല്ലും, നിങ്ങളെ ഉപദ്രവിക്കും, പകയ്ക്കും, ഉപദ്രവിക്കും, പള്ളിപ്രശ്നമാക്കും, കൊല്ലും. അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്, ഞാൻ മുന്നമേ നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ആണ് അതിന്റെ ഉത്തരം അവർക്ക് മനസ്സിലായി. 13-14 വാക്യത്തിലൊക്കെ ഈ ചോദ്യം, നീ എവിടെ പോകുന്നു കർത്താവ്, വഴി ഏതാകുന്നു, എന്ത് സംഭവിച്ചിട്ടാകുന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചത്. അതിന്റെ ഉത്തരം എല്ലാം കിട്ടിയത് പറഞ്ഞു, നിങ്ങൾ ആരും ചോദിക്കുക, ഞങ്ങൾക്കറിയാം ഞാൻ പോകുന്നുള്ളത്. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പോകുന്നു എന്ന് പറയുന്നത്, ഞാൻ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നത് നിങ്ങൾക്ക് ദുഃഖമുണ്ടെന്നറിയാം. നമുക്കറിയാം, നമ്മളും യാത്രയായപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പ്രസ്ഥാനത്തു നിന്നൊക്കെ യാത്ര ചെയ്യും പിരിഞ്ഞു പോകുമ്പോഴുള്ള അല്ലെങ്കിൽ ഒരു യാത്രയപ്പ് വരുമ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്നേഹമുള്ള ഒരു കൂട്ടരിൽ നിന്ന് പിരിയുമ്പോൾ കണ്ണുനീർ വീഴും, വിഷമമുണ്ടാകും. യാത്രയപ്പ് അല്ലെങ്കിൽ യാത്ര പറയുമ്പോൾ വിഷമമുണ്ടാകും. നമുക്കറിയാം, അവധിക്കൊക്കെ വന്നിട്ട് പോകുമ്പോൾ, വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ, സ്വന്തം പ്രിയപ്പെട്ടവരൊക്കെ വിട്ടു പോകുമ്പോൾ കരച്ചിലുണ്ടായിരുന്നു. എയർപോർട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അറിയാം, റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ അറിയാം, എത്രയോ പേരാണ് കരഞ്ഞ് പ്രിയപ്പെട്ടവർ യാത്രയായിട്ട് മടങ്ങിപ്പോകുന്നത് ഓർത്ത് നോക്ക്. പക്ഷെ ഇപ്പം അങ്ങനെ കരയാത്തതിൻ്റെ കാരണം, ഞാൻ പലപ്പോഴും എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പം വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആധുനിക മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പം വേണമെങ്കിലും കാണാം, എപ്പം വേണമെങ്കിലും സംസാരിക്കാം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് റെയിൽവേ സ്റ്റേഷൻ, നിങ്ങളിപ്പോൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കരച്ചിലും വലിയ പ്രയാസമൊന്നും കാണുന്നില്ല. നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പം കുറഞ്ഞു. ഒരു 10 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എയർപോർട്ടിലൊക്കെ പോയി എത്രയോ പേരെ കരഞ്ഞാണ് മക്കളെയും ഭർത്താക്കന്മാരെയും എല്ലാ സ്വന്തക്കാരെയൊക്കെ യാത്ര അയച്ചിട്ട് കരഞ്ഞ് വളരെ പ്രയാസത്തോടെ കലങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനൊക്കെ അങ്ങനെ ട്രെയിൻ പോകുന്ന സമയത്തൊക്കെ നിലവിളിയും കരച്ചിലും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിരുന്നു. ഞാൻ പറഞ്ഞത്, അന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അവധിക്ക് വന്നാൽ കണ്ടാൽ കണ്ടു, കണ്ടില്ലേ കണ്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എപ്പം വേണമെങ്കിൽ ആരെയും കാണാമെന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയുള്ള ഒരു വിഷമമൊന്നും ഇല്ലാത്തത്. അതിനായി
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ അങ്ങനെ പറയാം, റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ എയർപോർട്ടിലും ഒക്കെ കരയുന്ന സംഭവം ഉണ്ടെന്ന് ഇപ്പം പറയും ഞങ്ങളത് കാണുന്നില്ലോ എന്ന് പറയും. അതുകൊണ്ട് എന്തായാലും കാണുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അന്നേരം അതിൻ്റെ സംശയം ഉണ്ടാകും, ചിലർക്ക് എന്താ സംശയം ഉണ്ടാകും, നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് അങ്ങനെ ആരും കരയുന്ന കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പണ്ടില്ലായിരുന്നു, പണ്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം അല്ല ഇല്ലാത്ത, ഇപ്പം ഇല്ലാത്തതിന് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പം മൊബൈൽ ഓൺ ചെയ്താൽ യു കെയിലോ അമേരിക്കയിലോ ലോകത്ത് എവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വേണമെങ്കിലും മൊബൈലിൽ കാണാൻ, സംസാരിക്കാം, അവിടെ സംസാരിക്കാവുന്നതുകൊണ്ട് ആ ഒരു വേദനയില്ല, ആ യാത്ര പറയുന്ന പ്രശ്നമില്ല. ഇവിടെ കഥ പറയാണ്, യാത്ര പിരിയുന്നത് ദുഃഖകരമാണ്, ദുഃഖമാണ്, എങ്കിലും ഞാൻ പോയേ മതിയാകുള്ളൂ, നിങ്ങളിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. അവരുടെ സന്തോഷമെല്ലാം അങ്ങ് പറ്റിപ്പോയി. കർത്താവിന്റെ ശിഷ്യന്മാരുടെ യേശു ക്രിസ്തുവിന്റെ വിടവാങ്ങൽ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആ കർത്താവ് പറയുന്ന ഓരോ വാക്കുകളും അവരുടെ ഹൃദയത്തെ ദുഃഖം കൊണ്ട് നിറച്ചു. അവര് വല്ലാതെ ഭാരപ്പെട്ടു എന്നുള്ള ദൈവത്തെ അറിയാം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തെ അറിയുന്ന കർത്താവിന്റെ രാത്രി നമ്മൾ സംസാരിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം അവൻ നന്നായി അറിയാം കേട്ടോ. ദുഃഖം നിറഞ്ഞാണോ നീ ഇന്ന് രാത്രി ഇരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും നിറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ഭാരമേറിയ വിഷയം എന്താണെന്ന് നമ്മെ നന്നായി കാണുന്ന കർത്താവുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ കാണുവാൻ ഇവിടുത്തെ ഒരു കാർഡിയോളജിസ്റ്റിനെ അറിയത്തില്ല. അവർക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ല. വേണമെങ്കിൽ ഒരു ഹൃദയം പറിച്ച് മറ്റൊരു ഹൃദയം വെക്കുവാൻ കഴിയുമായിരിക്കും. ഇന്നത്തെ ആധുനിക ശാസ്ത്രം അത് ചെയ്യാൻ കഴിയും. പക്ഷേ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന, ഹൃദയത്തിൽ തിങ്ങി വിങ്ങുന്ന വേദനകളും ഭാരങ്ങളും ദുഃഖത്തെയും മാറ്റുവാൻ ഇവിടുത്തെ ഒരു മെഡിസിന് കഴിയത്തില്ല, ഇവിടുത്തെ ഒരു ഡോക്ടർമാർ കഴിയത്തില്ല, ഇവിടുത്തെ ഒരു കാർഡിയോളജിസ്റ്റിനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദുഃഖത്തെ മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ ഹൃദയത്തെ സൃഷ്ടിച്ചവനായ, അന്തരിന്ദ്രിയങ്ങളെ മെനഞ്ഞവനായ, ജീവനെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന്. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. ഇതിനു മുമ്പ് സന്തോഷത്തോടെ നടന്നവരായിരുന്നു. അതേ ഭൂതങ്ങൾ പുറത്തായപ്പോൾ വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നു. അപ്പോൾ 3 വർഷത്തെ ശുശ്രൂഷയിൽ ഓരോരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് അവർ ഭയപ്പെട്ട് നിലവിളിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടി. ആ വിടുതലൊക്കെ കിട്ടുമ്പോൾ അവർ പിന്നെയും സന്തോഷിച്ച് ആർത്തിട്ടുണ്ട്. കടൽ തിരമാലകൾ ഒതുങ്ങിയപ്പോൾ, ശാന്തത വന്നപ്പോൾ, അങ്ങനെ പല പല മേഖലകളിൽ ദാസന്റെ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയത്തോടെയാണ് ചെന്നത്. എന്നാൽ ലാസ് ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴൊക്കെയുള്ള സന്തോഷം ഒരു ഹൃദയത്തെ നിറച്ചിരുന്നു. അത് എന്ത് രാത്രിയിലും വിശ്വാസി വന്ന ദൈവജനമേ, ദൈവമക്കളെ, നമ്മളൊക്കെ പല സന്ദർഭങ്ങളിൽ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദുഃഖവും നിറഞ്ഞിട്ടുണ്ട്, വേദനകളും നിറഞ്ഞിട്ടുണ്ട്. ദുഃഖസമ്മിശ്രമായിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകളിൽ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ നന്നായി കാണുന്നു. കഥ പറയാണ്, നിങ്ങളുടെ ഹൃദയം ദുഃഖം നിറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. കഥ പറഞ്ഞു, ഞാൻ ഈ വിടവാങ്ങൽ പ്രസംഗം പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ഇവിടുന്ന് പോകുന്നെന്ന് കേൾക്കും തോറും നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ അറിയാൻ കഴിയത്തുള്ളൂ. നാം ഒരുപക്ഷെ ചിരിക്കുന്നവരായിരിക്കും, നാം സംസാരിക്കുന്നവരായിരിക്കും. ഹൃദയത്തിൻ്റെ അകത്തെ വേദന കാണുന്ന, ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ഒരുവനെ നന്നായി മനസ്സിലാക്കുന്ന ദൈവത്തിന് അവന്റെ ഹൃദയത്തിന്റെ വേദന അറിയാൻ സാധിക്കും. രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട് നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് അതേ കഥാവ് ആ സന്ദേശം തന്നെ പറഞ്ഞ് അവസാന കഥ പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കുമെന്നും വേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അതിന്റെ 20-ാം വാക്യത്തെ കഥ പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നമ്മുടെ ജീവിതത്തിലും ദുഃഖമുണ്ട്. നമ്മുടെ ദുഃഖമെല്ലാം മാറുന്ന, സന്തോഷമാക്കി മാറ്റുന്ന ഒരു സുദിനമുണ്ട്, വിടുതലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദുഃഖിച്ചിരിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നാം ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ദുഃഖിച്ചിട്ടുണ്ടോ, കരഞ്ഞിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഉപവസിച്ചിട്ടുണ്ടോ, ആ വിഷയങ്ങളൊക്കെയും ദൈവം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവം അതെല്ലാം തുരുത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമയത്ത് നമ്മുടെ ദുഃഖത്തെ മാറ്റി സന്തോഷമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശിഷ്യന്മാർ യേശുവിന് വിടവാങ്ങൽ പ്രസംഗം കേൾക്കും തോറും അവിടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കഥ മനസ്സിലാക്കിയിട്ട് അവിടെ സംസാരിച്ചു. അത് പൂർത്തീകരിക്കുമ്പോൾ കഥ പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അപ്പൊ അതുകൊണ്ട് കഥ പറയാൻ ഇടറിപ്പോകരുത്. എനിക്കിത് പറയാതിരിക്കാൻ കഴിയത്തില്ല. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിതൊക്കെ സംഭവിക്കുമ്പോൾ താണ്ടാന്റെ പോയിലേക്ക് പോകും, ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്,
ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എന്നാൽ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമാണ്, കാരണം നിങ്ങളിത് അഭിമുഖീകരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവോട് വ്യക്തമായി ദൈവം തുറന്നു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും കാര്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, നാം ഈ നൂറ്റാണ്ടിൽ അതിനെ അഭിമുഖീകരിക്കേണ്ടവരാണെങ്കിൽ നാം കാര്യത്തെക്കുറിച്ച് വ്യക്തത മനസ്സിലാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് ദിവസങ്ങളുള്ള പഠനം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവം വെച്ചാൽ നമ്മുടെ ഫാമിലി കോൺഫറൻസ് ഇപ്രാവശ്യം അതേക്കുറിച്ചുള്ള വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പഠനം നടത്തുവാൻ കർത്താവ് വരാൻ താമസം ചെയ്യുന്നത്. കാരണം അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയമാണ്. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ അല്ലെ നമ്മൾ ജീവിക്കുന്ന സമയത്താണ് കർത്താവിന്റെ വരവാണെങ്കിൽ ഇതുവരെ വന്നില്ല, എന്നാൽ അതിനുള്ള സമയമാകുന്നുവെങ്കിൽ അത് അഭിമുഖീകരിക്കേണ്ടതാണ്. നമ്മൾ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയോടുകൂടി നാം അതിനെ മനസ്സിലാക്കിയെടുക്കണം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളോട് മുമ്പ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വിചാരിക്കരുത് നേരത്തെ തന്നെ കർത്താവ് ഇതൊക്കെ വെളിപ്പെടുത്താൻ അതിന്റെ അന്ന് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള പഠനം നമുക്ക് ആധികാരികമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അത് കർത്താവ് ഈ സമയത്ത് നമ്മുടെ ആയുസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളതിനെ അഭിമുഖീകരിക്കുവാൻ നമ്മുടെ തലമുറയെ അത് മനസ്സിലാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ഈ ദിവസത്തിൽ ആവശ്യമായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവം വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ദൈവം വെച്ചാൽ അത് നമ്മുടെ ഫാമിലി കോൺഫറൻസിൽ അത് എടുക്കുവാൻ കർത്താവ് സംവാദമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന ദിവസങ്ങളായി തരാനാണ് കർത്താവിൽ താല്പര്യം. ഞാനത് പറഞ്ഞത്, സമയം എടുക്കുന്ന തോറും നമ്മളതിൻ്റെ വ്യക്തത വരുന്നത്. കർത്താവ് തൻ്റെ ശുശ്രൂഷ നയിക്കുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോകുകയല്ല ചെയ്തത്. ഞാൻ വന്നെൻ്റെ കാര്യം ചെയ്ത് പോകുന്നല്ല പറഞ്ഞത്. കർത്താവ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു, നിങ്ങളെ ലോകം പഴിക്കും കൊണ്ടോ, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലും, നിങ്ങൾ ചിലരെ കൊല്ലും, പക്ഷേ പിന്തിരിഞ്ഞു പോകരുത്. ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന, ഞാൻ തന്നിരിക്കുന്ന, നിങ്ങളെ ഓർപ്പിച്ചിരിക്കുന്ന അധികാരവും നിങ്ങൾ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് കർത്താവ് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായിരിക്കും. കർത്താവ് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമുള്ള പദ്ധതികളാണ് മക്കളെ. കർത്താവ് പറയുകയാണ്, ഞാൻ ഇവിടെ വരണമെന്നും നിങ്ങളുടെ കാലഘട്ടത്തിൽ ജനിക്കണമെന്നും ഞാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ശിഷ്യന്മാരാക്കി എടുക്കണം, അപ്പോസ്തലന്മാരാക്കി എടുക്കണമെന്നുള്ളതും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്നും ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് മരിക്കണമെന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് മാത്രമല്ല, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾ ആണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടവരും കാര്യസ്ഥനെ സ്വീകരിക്കേണ്ടവരും നിങ്ങളാണെന്നുള്ള വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ദൗത്യം കൂടി അവരെ ഓർപ്പിച്ചു. കർത്താവ്, ഞാൻ പോകുന്നത് പ്രയോജനം. സ്വർഗസ്വനായ പിതാവ് നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ പുത്രൻ കഷ്ടം അനുഭവിച്ച് എത്ര ദിവസം ലോകത്തിൽ നിൽക്കണമെന്നും എത്രാമത്തെ ദിവസം കഴിഞ്ഞ് പരിശുദ്ധവാൻ അയക്കണമെന്നുള്ളതൊക്കെ മുൻനിർണയമാണ്. അതൊക്കെ നേരത്തെ നിർണയിച്ചു വെച്ചിരിക്കുന്നതാണ്. കഷ്ടം സഹിച്ച് 49 ദിവസം കഴിയുമ്പോൾ 7 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ ആദ്യഫലക്കറ്റ ചെത്തിയതിനു ശേഷമായിട്ടുള്ള പെന്തക്കോസ്ത് പെരുന്നാൾ നടത്തുന്ന ആ തീരുമാനത്തിന്റെ പഴയ നിയമത്തിന് ഏഴായിരിക്കുന്ന പൂർത്തീകരിക്കപ്പെടുന്നുള്ളത് ദൈവപ്രവൃത്തി. ആദ്യഫലക്കറ്റ സ്വർഗത്തിന് ശേഷമായി 7 ആഴ്ചവട്ടം എണ്ണി 49 ദിവസം കഴിഞ്ഞ് 50 ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ കൊണ്ടാടിയെങ്കിൽ അതനുസരിച്ചുള്ള ദിവസം കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പറഞ്ഞു, എന്റെ ശുശ്രൂഷ ഞാൻ തികച്ചെടുക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവാം ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരുന്ന ആ ശുശ്രൂഷ തികയ്ക്കാനാണ് ഞാൻ വന്നത്. അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ കരേറിപ്പോകും, ഞാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകും. എന്നാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുകയില്ല. നിങ്ങളെ നയിക്കുവാൻ, ആലോചന പറഞ്ഞ് നടത്തുവാൻ, നിങ്ങളെ ഓർപ്പിക്കുവാൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞു. അവൻ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താണ് പഠിപ്പിക്കുന്നത്? യേശു ക്രിസ്തു വന്ന് എന്താ പഠിപ്പിച്ചത്? ക്രിസ്തു വന്ന് പഠിപ്പിച്ചത് പാപങ്ങളെ നീക്കുവാൻ വന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാണെന്നാണ് യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ വചനം മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തുന്നത്. പാപത്തെ ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആയിട്ടാണ് ക്രിസ്തുവിനെ ലോകത്തെ വെളിപ്പെടുത്തുന്നത്. ലോകത്തിന് രക്ഷകനായിട്ടാണ് യേശുവിനെ വെളിപ്പെടുത്തിയതെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദൗത്യം എന്താണ്? അവൻ വന്ന്
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് അറിയാതെ മനുഷ്യർക്ക്, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് എന്നെ അറിയാം. പറഞ്ഞു, ഈ നിൽക്കുന്ന അപ്പോസ്തലന്മാരായിരിക്കുന്നവരോട് പറഞ്ഞു, എന്നോട് അടുത്തിരിക്കുന്ന ചില യേശുവിനോട് അടുത്തുനിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം പാപം എന്താണെന്നും നീതി എന്താണെന്നും ന്യായവിധി എന്താണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സർവ്വലോകത്തിലും അറിഞ്ഞിട്ടില്ല. ഈ യെരൂശലേമിലും യഹൂദിയിലും ഈ ശമരിയുടെ ഇതേ പ്രദേശങ്ങളിൽ മാത്രമേ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. ഇവിടം കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ മാത്രം ഒതുങ്ങി പോകത്തില്ല, ഇത് സർവ്വലോകത്തിലേക്കും എത്തിച്ചേരും. അവൻ ബോധം വരുത്തുന്ന ആത്മാവായി ദൈവത്തിന്റെ കാര്യസ്ഥൻ ലോകത്തിൽ പ്രവർത്തിക്കും. കൊണ്ടകത്ത് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എന്താണ് ചെയ്യുന്നത്? അത് പറയാണ്, അവർ എന്നിൽ വിശ്വസിക്കായി കൊണ്ട് പാപത്തെക്കുറിച്ചും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ലോകത്തിൽ പ്രസംഗിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ ന്യായവിധിയില്ല എന്നുള്ളത് വചനപരമായിട്ട് നമുക്കിതിനു മുമ്പ് ചിന്തിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് പഠിക്കുമ്പോൾ ന്യായവിധി ഇല്ലാത്തതിനെ കുറിച്ച്, പാവമില്ലാത്തതിനെ കുറിച്ച്, പാവം മാറുന്നതിനെ കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി നേരത്തെ തന്നെ മുന്നമേ പറഞ്ഞിരുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നതാണ് ദൈവത്തിന് ആത്മാവെന്നുള്ളത്. അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യം വേദപുസ്തകത്തിലെ ഗോൾഡൻ വചനമാണ്. 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്ത ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞു. ഈ ലോകത്തിന് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് പാപം നിൽക്കുന്നു. അവർ എന്നിൽ വിശ്വസിക്കായി കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പോൾ വിശ്വസിച്ചാൽ പാപം നീങ്ങും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ന്യായവിധി മാറി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപം നീങ്ങി. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവർ വിശ്വസിക്കാകിയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എന്റെ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നാകൽ നീതിയെക്കുറിച്ചും. എൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അത് കർത്താവ് പറഞ്ഞു, പാപത്തെ നീക്കുവാൻ വേണ്ടി ഞാൻ പ്രത്യക്ഷനായി. ഇനി ഞാൻ ഇത് ചെയ്ത ശേഷമായി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ നിങ്ങളിപ്പോ എന്നെ ലോകത്തിൽ കാണത്തില്ല, പക്ഷേ ഞാൻ പാപത്തിന് പരിഹാരം വരുത്തി നീതീകരണത്തിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് ലോകം അറിയാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ്. അവർ എന്നിൽ വിശ്വസിക്കായി കൊണ്ട് പാപത്തെക്കുറിച്ച്, അപ്പോൾ വിശ്വസിക്കുന്നവരാക്കി തീർക്കാൻ വേണ്ടി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ പരിശുദ്ധാത്മാവ് ലോകത്തിൽ പ്രവർത്തിക്കും. പിതാവിന്റെ അടുക്കൽ പോയി ഇരിക്കുന്നത് കൊണ്ട്, പിതാവിന്റെ അടുക്കൽ പോയി വലത്തുഭാഗത്തിരുന്ന് എപ്പോഴാണ് കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യനെ നീതീകരിക്കാനുള്ള ദൈവപ്രവൃത്തി ചെയ്തു. നീതീകരിച്ച ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പാപം നീങ്ങിപ്പോകുമെന്ന ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധ്യപ്പെടുത്തും. പുത്രനായിരിക്കുന്ന ക്രിസ്തു ചെയ്ത പ്രവൃത്തി എന്താണെന്ന്, നീതീകരണത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹം, പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് പാപത്തിന് പരിഹാരമായി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുള്ള പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവം ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ന്യായവിധിയിലായിരിക്കും. നിങ്ങൾ കാണാതിരിക്കുന്ന നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ ഈ 3 കാര്യങ്ങൾ വളരെ മനസ്സിലാക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്ന 3 കാര്യങ്ങൾ? ഒന്ന്, വിശ്വസിക്കാത്തവർക്ക് പാപം നിലനിൽക്കുന്നു. വിശ്വസിക്കുന്നവന്റെ പാപം, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് അവൻ പാപം പരിഹരിക്കപ്പെടുന്നു. എന്നിട്ട് പറയാണ് ന്യായവിധി, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇനി ന്യായവിധിയുടെ കാലമാണ് എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറി യാഗമായി തീരുന്നതോടുകൂടി അന്ന്
സാത്താന്റെ ന്യായവിധി, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെടും. 12-ാം അധ്യായം 41 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം അധ്യായം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. 12-ാം അധ്യായം 41-ാം വാക്യത്തിൽ 40 വാക്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്. 12-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ 12-ാം അധ്യായം 31-ാം വാക്യം, 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 12-ാം അധ്യായം 31-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 12-ാം അധ്യായം 31-ാം വാക്യം. അതിന് യേശു ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാണ്. അപ്പൊ ലോകത്തെ, എന്നാൽ 12-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ 47-ാമത് വാക്യം വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വ്യത്യാസം ഇത്രയും മനസ്സിലാകണം. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോക ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അപ്പോൾ ന്യായവിധി ദൈവം ശിക്ഷാവിധി അല്ലെങ്കിൽ നരകാഗ്നിയിലേക്കല്ല മനുഷ്യനെ ദൈവം ഇടാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ പറഞ്ഞത് ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ന്യായവിധിയാണ്. എന്നാൽ ലോകത്തെ ന്യായവിധിപ്പാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ലോകത്തെ രക്ഷിപ്പാനാണ്. മനുഷ്യനെ ശിക്ഷിപ്പാനല്ല വന്നിരിക്കുന്നത്, മനുഷ്യനെ രക്ഷിപ്പാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ പാപത്തിൽ അടിമയാക്കുന്ന, അതിന് കാരണമായി തീർന്ന ഈ ലോകത്തിലെ ദൈവമായി ഈ ലോകത്തിന്റെ പ്രഭുവായി വാഴുന്ന ഇരുളിനെ ന്യായം വിധിക്കുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ, അവനെ തള്ളിക്കളയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണത്താൽ, തന്റെ മരണത്താൽ മരണത്തെ നീക്കി. എന്നതിന്റെ അർത്ഥം അടിമത്തത്തിലായിരുന്ന മനുഷ്യവംശത്തെ ദൈവം എന്ത് ചെയ്തു? അവരെ അവരെ അടിമത്തത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ക്രിസ്തു തന്റെ മരണത്താൽ മരണത്തെ നീക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നേക്കുമായി മരണത്തെ നീക്കിയല്ല അവിടെ പറയുന്നത്. തന്റെ മരണത്താൽ അടിമത്തിൽ ആയിരുന്ന, മരണത്തിലായിരുന്ന മനുഷ്യനെ, മരണഭീതിയിലായിരുന്നവരൊക്കെ ദൈവം വിടുവിച്ചു. അപ്പോൾ സാത്താൻ ഇവിടെ മകുടം വെച്ച് കീടം വെച്ചവൻ വാണുകൊണ്ടിരിക്കുകയായിരുന്നു, പാപവും മരണവും വാണുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സാത്താൻ ഇരുളിന്റെ രാജ്യം അസ്തമിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ അധികാരത്തെ ഇല്ലാതാക്കിയിട്ട് വെളിച്ചത്തിന്റെ രാജ്യമാകുന്ന ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി സാത്താന്റെ തലയെ, അവന്റെ ആലോചനയെ ദൈവം കാലുകളിൽ തകർത്തതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ന്യായവിധിയാകും. പക്ഷെ ഈ ലോകത്തിന്റെ പ്രഭു ന്യായം വിധിക്കപ്പെട്ടപ്പോൾ ലോകത്തെ മനുഷ്യനെ ന്യായം വിധിക്കാതെ മനുഷ്യ രക്ഷയുടെ വെളിച്ചം ക്രിസ്തു മുഖാന്തരം, അവന്റെ മരണ മുഖാന്തരം ലോകത്തിൽ വെളിച്ചമായി അത് പ്രകാശിക്കപ്പെടുവാനിടയായിട്ട് ഇതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഥ പറഞ്ഞു ഇവിടെ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടു. സ്ത്രീയുടെ സന്തതി സർപ്പത്തലയെ തകർക്കുമെന്നുള്ള വചനം കാൽവറിയിൽ അത് തകർക്കപ്പെട്ടപ്പോൾ മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുകയല്ല ഇത് ചെയ്തത്. മനുഷ്യവർഗത്തെ തെറ്റിച്ച, അവനെ പാപത്തിന് മരണത്തിന് അടിമയാക്കുന്ന, പൈശാചികനായിരിക്കുന്ന, സാത്താനായിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭുവിനെ, ഈ ലോകത്തിലെ ദൈവത്തിന്റെ ആണ് കർത്താവിടെ ന്യായം വിധിച്ചവനെ അവിടെ പരാജയപ്പെടുത്തിയത്. അന്ന് തുടങ്ങിയ ആ ന്യായവിധി അത് അന്ത്യത്തോളം ജയത്തോളം നടത്തുവാൻ വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. യേശു ക്രിസ്തു തന്റെ മരണത്തിൽ സാത്താന്റെ തലയെ തകർത്ത് അവനെ എന്ത് ചെയ്തു? കർത്താവിന്റെ മേൽ ജയഘോഷം കൊണ്ടാടി അവന്റെ ഇരുളിന്റെ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തെ ദൈവം തകർത്ത് കളഞ്ഞിട്ട് പറഞ്ഞു. കർത്താവ് ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി എന്ത് ചെയ്തു? അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട് ന്യായവിധി അവർക്ക് വന്നു എന്നാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെക്കാൾ ഇരുളിനെ ലോകം സ്നേഹിച്ചതുകൊണ്ട് അവർ ന്യായവിധിക്കായി കീഴായിപ്പോയെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാട്ടറിയാത്ത ന്യായവിധിയെക്കുറിച്ച് അവിടെ കർത്താവ് ഒരു ഡെഫിനിഷൻ പറഞ്ഞതിനെക്കുറിച്ച് നമ്മളന്ന് ചിന്തിച്ചിരുന്നു. ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി
ഇരുളായതുകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിച്ചു. അതാണ് ന്യായവിധി എന്നാണ് പറയുന്നത്. ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പം ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് കർത്താവിടെ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. അപ്പോൾ ഈ ഇരുളായിരിക്കുന്ന സാത്താനെ തകർത്ത് യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായപ്പോൾ അവിടെ വെളിച്ചം ഉദിപ്പാനിടയായി തീർന്നു. യേശുക്രിസ്തു മണ്ഡപമെടുത്താതെ കൂടിയാണ് ആ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കാൽവറിയിൽ സാത്താന്റെ ഇരുളിന്റെ സാമ്രാജ്യത്തെ ദൈവം അസ്തമിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് കഥ പറഞ്ഞു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചാൽ. ഇതേക്കുറിച്ചാണ് ബോധം വരുത്തുന്നത്. ദൈവാത്മാവിലാണ് ബോധം വരുത്തുന്നത്. ദൈവാത്മാവ് സുവിശേഷമുഖാതെ അറിയിക്കുന്നത്, മനുഷ്യ നീ പാപത്തിലാണ്, മരണത്തിലാണ്, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നീതീകരിച്ചവന് തേജസ് കൊടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവനിൽ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനം കിട്ടും. നീ ബോധമുള്ളവനായിത്തീരും, സുബോധമുള്ളവനായിത്തീരും, വെളിച്ചമുള്ളവനായിത്തീരുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് കർത്താവിടെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിനാണ് ബോധം വരുത്തുന്നത്. കൃപയാൽ നമുക്ക് ബോധം വന്നതുകൊണ്ട് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധമല്ല വരുത്തുന്നത്. നമ്മളെ ബോധം വന്നുകൊണ്ട് നമുക്ക് ദൈവം തരുന്നത്, കാഴ്ചപ്പാട് തരുന്നത് വിശുദ്ധീകരണം നീതീകരണം ശുദ്ധീകരണം പ്രാപിച്ച നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യമാകരമായിരിക്കുന്ന തേജസ്സിനെ കുറിച്ചും പുനരുത്ഥാനങ്ങളെക്കുറിച്ചും കർത്താവിലൂടെ വാഴുന്നതിനെ കുറിച്ചുമുള്ള അറിവാണ് ഭാവി കാലത്തോട് ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പക്ഷെ ഇന്നും സഭകളിലൊക്കെ ഇതാ പ്രാർത്ഥിക്കുന്നത്, അവർ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന്. ദൈവസഭയ്ക്ക് അത് പ്രാർത്ഥിക്കുക. ദൈവസഭ വന്നവരൊക്കെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്ന് ദൈവഭാഗത്ത് ലോകത്തിനാ ബോധം, മനുഷ്യരെക്കാണ് ബോധപ്പെടുത്തേണ്ടത്. ഇന്നുവരെയും സഭയ്ക്കകത്തുള്ളവർ ഇത്ര ഒരു പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ അർത്ഥം ഇതുവരെ ബോധം വന്നിട്ടില്ലെന്നുള്ളത്. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കേണ്ടെന്നല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ദിവസങ്ങളിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന നമ്മളെ അങ്ങനെയുള്ള ബോധം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ പണിയപ്പെട്ടിട്ടില്ല. നമ്മെ ബോധപ്പെടുത്തുന്നത്, നമ്മെ നീതീകരിച്ചത് ക്രിസ്തുവിനെ നാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവനെ ആരാധിക്കുകയാണ് ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളെ നീതീകരിച്ചവനെ അവനെയും അവന്റെ പിതാവിനെയും പരിശുദ്ധനാവിൽ ആരാധിക്കുവാനാണ് നമ്മൾ ഈ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിന് ബോധം വരുത്തുന്നത്, ലോകത്ത് നമ്മൾ സംസാരിക്കുന്നത്, ലോകത്ത് പരസ്യബോധത്തിൽ പോയി ആരും ആരാധിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അവിടെ പോയി പരിശുദ്ധൻ പോലെ ആരാധിക്കുകയാണ് ചെയ്തത്, പരസ്യബോധം നടത്തുമ്പോൾ ആരാധിപ്പിക്കുകയാണ് ചെയ്തത്. അല്ല, അവിടെ പോയി ശക്തമായ ഭാഷയിൽ പാപത്തെക്കുറിച്ചും നീതികരമായ ക്രിസ്തുവിനെ കുറിച്ചും ഈ വെളിച്ചം ലോകത്ത് വന്നിട്ടും ഈ സുവിശേഷം വന്നിട്ടും നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക ഇരുളിന്റെ സാത്താൻ, അവൻ ന്യായവിധിക്കകപ്പെട്ട, അവന്റെ തല തകർക്കപ്പെട്ടതാ, അവനെ തകർത്ത യേശു ക്രിസ്തു വേഗത്തിൽ വരുമെന്നാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം, പരാജയപ്പെട്ടവന്റെ കീഴിലാണ് നീ കിടക്കുന്നത്, ഇരുളിലാ കിടക്കുന്നത്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ജയാളിയാണ്, മരണത്തെ ജയിച്ചുകൊടുത്തവനാണ്, വെളിച്ചമാണ്. അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ വെളിച്ചമാറ്റിരുമെന്നാണ് ലോകത്തോട് നമ്മൾ സന്ദേശം അറിയിക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ രാത്രി സംസാരിക്കാണ്ട് ആഗ്രഹിക്കുന്നില്ല, അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ലോകത്തോട് ബോധം വരുത്തുന്ന പരിശ്രമങ്ങൾ നമ്മൾ സംസാരിക്കണം. ദൈവസഭയിൽ സംസാരിക്കേണ്ടത് ദൈവസഭയിൽ സംസാരിക്കണം. ഉണർത്തി ഒരു വിശ്വാസിയെ തികവിലേക്ക് എത്തിക്കാൻ തക്കതായ മെസ്സേജുകളായിരിക്കണം ദൈവസഭയിൽ പ്രസംഗിക്കേണ്ടത്. അല്ലാതെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന എന്നും ഈ മാനസാന്തരത്തെക്കുറിച്ചല്ല പ്രസംഗിക്കേണ്ടത്. ദൈവസഭകൾക്ക് വന്ന കുഴപ്പമാതാ, ഇപ്പോഴും ഈ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പിന്നെയും പോവുകയാണ്. അടിസ്ഥാനം ഇട്ടിട്ട് പോയിട്ട് ഒരിക്കലും പണിയപ്പെടാൻ ഇടയാകരുത്. ചിലർക്കൊക്കെ അടിസ്ഥാനപരം വിട്ടിട്ടുള്ള കട്ടിയുള്ള വചനം കേൾക്കുമ്പോൾ തന്നെ തല ഇറങ്ങി വേണ്ടെന്ന് പറയും, ഇതേക്കുറിച്ചൊന്ന് കേൾക്കണമെന്ന് പറയും. കാരണം എന്താണെന്നറിയാവോ, ഇവർക്കെന്നും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ആ സന്ദേശം മാത്രം കേട്ടാൽ മതിയെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴും ശിശുക്കളായിട്ടിരിക്കുകയാണെന്നുള്ളതാ വെളിപ്പെടുത്തുന്നത്. അത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തനത്തെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചോട് പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന നാം അത് ചെയ്യും. അതാർക്കും വേണ്ട. വെളിപ്പാട് ആർക്കും വേണ്ട, ധൈര്യപ്രവചനം ആർക്കും വേണ്ട, അതൊന്നും ആർക്കും വേണ്ട. അതൊക്കെ പഠിപ്പിക്കുക അതൊന്നും ആർക്കും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന് ആവശ്യകതയായതുകൊണ്ട് നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം, ദൈവത്തോടെ പഠിപ്പിക്കണം. ഒന്നേലും വായിപ്പിക്കുക എങ്ങനെ ചെയ്യണം. എല്ലാ സഭകളിലും വെളിപ്പാട് ഒരു അധ്യായം വായിപ്പിക്കുക എങ്ങനെ ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ പോലും വായിക്കുക. 22 അധ്യായങ്ങൾ വായിച്ചെങ്കിൽ തീർക്കണം. പറഞ്ഞത് അത് ഭാവികാല സംബന്ധത്തിൽ പഠിപ്പിക്കണം. പലർക്കും ആവശ്യമില്ല. എല്ലാവർക്കും വിടുതൽ ശുശ്രൂഷകളൊക്കെ ആവശ്യം വേണം. പ്രിയപ്പെട്ട നമുക്കെല്ലാം ആവശ്യമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്കും സയൻസും മാത്സും ഹിന്ദി എല്ലാം പഠിച്ചതിന് വേണ്ടി സ്പെഷ്യലൈസേഷൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള നമ്മളെ പഠിപ്പിച്ചു. കാരണം അന്നൊരു പക്ഷേ വിചാരിച്ചു എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അടിസ്ഥാനം കുറച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെ ഈ ദിവസങ്ങളിൽ ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. അത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പാടത്തെക്കുറിച്ചും ദാനിയേൽ-പ്രവചനത്തെക്കുറിച്ചും എഹെസ്കേൽ-പ്രവചനത്തെക്കുറിച്ചും മറ്റുള്ള പ്രവചനത്തെക്കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാട് വേണമെന്ന് പറയുന്നത്. ചിലർ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സുവിശേഷകരാ, ഞങ്ങൾക്കത് മതി, അതിനപ്പുറമായിട്ടൊന്നും അറിയണ്ട എന്ന് പറയും. പക്ഷെ അവർക്ക് കിട്ടിയ കാഴ്ചപ്പാട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ലഭിച്ചതനുസരിച്ച് അവർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സമയം കിട്ടുമെങ്കിൽ വെളിപ്പാട് സഭയിൽ ഓരോ അധ്യായം വായിച്ചെങ്കിലും കേൾപ്പിക്കണമേ എന്ന് ഞാൻ വിനീതമായിട്ട് ദൈവസഭകളിലെ ദൈവദാസന്മാരോട് അഭ്യർത്ഥിക്കുക. കാരണം ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ച് കേൾക്കുക, അത് അവസാനം പറഞ്ഞ് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. കർത്താവ് അത് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവസഭയിൽ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവിധ കാര്യം നമ്മളിങ്ങനെയൊക്കെ കേട്ടാണ് വിശ്വാസം വന്നത്. നമുക്ക് ആവശ്യമാണ്. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും. ലോകത്തിൽ നാം പോയി പ്രസംഗിക്കുന്നത്, എല്ലാവരും മാനസാന്തരപ്പെട്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കണ്ടായിരുന്നു, ട്രാക്റ്റ് കൊടുക്കണ്ടായിരുന്നു, നാം റേഡിയോ കൂടെ പ്രസംഗിക്കണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല നാം പ്രസംഗിക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടിയല്ല നാം പ്രസംഗിക്കുന്നത്, കടഭാരമുള്ളവന്റെ കടം മാറാൻ വേണ്ടിയല്ല നാം പ്രസംഗിക്കുന്നത്. അതല്ല നമ്മുടെ പ്രധാന സന്ദേശം, അതല്ല പ്രധാന ഉദ്ദേശം. അത് സെക്കൻഡറിയാണ്. നമ്മുടെ പ്രൈമറി ദൗത്യം മൂലകാരണമായിരിക്കുന്ന പാപത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകത്തോട് അതിന്റെ മൂലകാരണമായിരിക്കുന്ന അസമത്വത്തിനും അടിമത്തത്തിനും മയക്കുമരുന്നിനും മറ്റു പലതിനും അടിമയായിത്തീരാൻ കാരണമായിത്തീരാൻ നിൽക്കുന്ന പിറകിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തിയാണെന്നുള്ള മൂലകാരണത്തെ വെളിപ്പെടുത്തുകയാണ് നാം പുറമേ ചെയ്യുന്ന ശുശ്രൂഷ. അതാണ് ദൈവം നമ്മൾ തന്നിരിക്കുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ അതാണ്. നമ്മൾ വെളിപ്പെടുത്തണം. ശക്തിയോടെ ആ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. ലോകത്തെ നാം ബോധം വരുത്തണം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ലോകത്തിന് ബോധം വരുന്നത്. അല്ലാതെ അവിടെ പോയി രോഗികളെ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പറയുന്നതിനേക്കാൾ അത് വേണം. ഞാൻ പറഞ്ഞല്ലോ, രോഗികളെ സൗഖ്യമാക്കും. എന്നാൽ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്, ലോകത്തോട് സംസാരിക്കുമ്പോൾ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം ഉയർത്തെഴുന്നേൽപ്പായിരിക്കണം. ക്രിസ്തു മരിച്ചതിന് വേണ്ടിയാണ്, അവൻ അടക്കപ്പെട്ടതിന് ഉയർത്തെഴുന്നേറ്റ് എന്തിനു വേണ്ടിയാണെന്നുള്ള ആ സന്ദേശമാണ് നാം ലോകത്തോട് അറിയിക്കേണ്ടത്. അതോടനുബന്ധമായിട്ട് രോഗികളും ബോധഗ്രസ്തരും കടഭാരമുള്ളവരെ എല്ലാം വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള സന്ദേശം കൂടി കൈമാറണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷ എന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ അതിനാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കഥ പറഞ്ഞു, നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ കാണാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? യേശു അപ്രത്യക്ഷമായതിന്റെ അർത്ഥം എന്താണ്? പാവങ്ങളുടെ കഥ പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ കാണത്തില്ല, പക്ഷേ ഞാൻ വന്നതിന്റെ കാര്യം ചെയ്തു. ഞാൻ ഇവിടെ കാണത്തില്ല, പക്ഷെ പിതാന്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യും. എങ്ങനെയാ പിതാന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന? എന്തിനു വേണ്ടിയാ? പാവങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നീതീകരണം വരുത്തിയ നീതിമാനായിരിക്കുന്ന യേശുവിനെ നാം സുവിശേഷത്താൽ വെളിപ്പെടുത്തി ലോകത്തിന് ബോധം വരുത്തണം. ഭാവിയായ മനുഷ്യനെ നീതീകരിക്കുവാൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവുണ്ട്. അവൻ വിശ്വസിച്ചാൽ പാപം മാറും, ന്യായവിധി മാറുമെന്നുള്ളതാണ് സുവിശേഷം. അത് സന്ദേശമായി അറിയിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി യോജനയാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഭൂതശാന്തിയും രോഗശാന്തിയും കടഭാരം മാറുന്ന എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. പക്ഷെ പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്രിസ്തു മുഖാന്തരമുള്ള മാനസാന്തരം.
ബാക്കിയുള്ളവനൊക്കെ ചികിത്സിച്ചാൽ മാറുന്നേ. ബാക്കി പാവമോ കടഭാരമോ ഒക്കെ എഴുതിത്തള്ളാൻ പറ്റുന്നേ. അതൊക്കെ പല രീതിയിൽ മാറാൻ പറ്റും. രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റും. അഭയമായി പല മാധ്യമങ്ങളുണ്ട്, ഇന്ന് അതിനുണ്ട്. അതിനു വേണ്ടി അല്ല, അതല്ല പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. അതല്ല പ്രഥമ സ്ഥാനം. യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമെന്ന രോഗത്തിനുള്ള ചികിത്സ ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പാപം മാറിയില്ലെങ്കിൽ നിത്യമരണമാണെന്നുള്ള സന്ദേശം വെളിപ്പെടുത്തുകയാണ്, ബോധം വരുത്തുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ് ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന്റെ ആത്മാവ് ഈ ലോകത്തിന്റെ വിധിക്കപ്പെട്ടിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, അവൻ അപ്പോൾ തകർക്കപ്പെട്ടില്ല. കർത്താവ് ഈ നാഴിക വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു ആയിരിക്കുന്നവന്റെ ന്യായവിധി വന്നിരിക്കുക. മനുഷ്യ, നിന്റെ ന്യായവിധി അല്ല, നിന്നെ ന്യായം വിധിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിന്നെ ന്യായം വിധിക്കാനല്ല, എന്നാൽ നിന്നെ തെറ്റിച്ചു കളഞ്ഞ മനുഷ്യവർക്കത് തെറ്റിച്ചു കളഞ്ഞ ദൂതന്മാരെ തെറ്റിച്ചു കളയുന്ന പിശാചാരിക്കുന്ന സാത്താന്റെ തലയെ തകർക്കാൻ വേണ്ടി ഞാൻ വന്നത്. അവനെ ഞാൻ തകർത്ത് കളയും, അവന്റെ സാമ്രാജ്യം തകർത്ത് കളയും. ജീവനുള്ള ദൈവത്തിന്റെ രാജ്യം, വെളിച്ചത്തിന്റെ ശക്തി, സഭ സ്ഥാപിതമാക്കപ്പെടും. അതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞു, മനുഷ്യന് നീതികരണം പ്രാപിച്ച് ന്യായവിധി നിന്ന് വെളിവരാനുള്ള ആ സുവിശേഷമെന്ന സന്തോഷ വർത്തമാനം ലോകത്തിൽ ഘോഷിക്കപ്പെടും എന്നാണ് കർത്താവെന്ന് അവരോട് പറഞ്ഞത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതിനുമ്പോൾ കർത്താവ് ഒരു വാക്യോട് പറഞ്ഞു, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. പറഞ്ഞു, പലതും പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് വഹിപ്പാൻ കഴിവില്ല. എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെയാണ് പൗലോസും രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ദൈവജനത്തിന്റെ മാർമീക വിഷയങ്ങളെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് പറയും, ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, തലയ്ക്കകത്ത് കയറുന്നില്ല എന്ന് പറയും. എന്നാൽ കഥ പറയുക, ഇപ്പൊ ഞാനിത് മുഴുവൻ അങ്ങ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് വഹിപ്പാൻ, ഇനിയും പലതും പറയാനുണ്ട്, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. കഥ പറഞ്ഞു, എനിക്കിത് മുഴുവനും നിങ്ങളോട് പറയണമെന്നുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുക, നിങ്ങൾ ആകെപ്പാടെ പ്രയാസപ്പെട്ടിരിക്കുക, നിരാശ മൂട്ടിരിക്കുക. പക്ഷേ ഞാൻ വെളിപ്പെടുത്തും തോറും ഇത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലെങ്കിലും സത്യത്തിന്റെ ആത്മ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കഥ പറഞ്ഞു, ഞാൻ മുഴുവനും പറയുന്നില്ല, സത്യത്തിന്റെ ആത്മ വരുമ്പോൾ വരാനുള്ളത് മുഴുവൻ പറഞ്ഞു തരും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് കർത്താവ് അവരോട് പറഞ്ഞോട്ടിടയാത്തവന്നു. ഇപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളതായ ആ ഗ്രഹണശേഷി അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പലതും നിങ്ങളോട് പറയാനുണ്ടെങ്കിലും നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ ഇപ്പോൾ വഹിപ്പാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ അത് പഠിപ്പിക്കും, അതിനെ മനസ്സിലാക്കി തരും എന്നുള്ളത് കർത്താവ് അവരോട് പറയുവാനിടയാത്തവന്നു. ഈ 5-ാം അധ്യായം അതിന്റെ 11 ഇബ്രാഹിം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളതായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമെന്ന് പറഞ്ഞു. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകമായിരിക്കേണ്ട നിങ്ങൾ ദൈവത്തിന് അൽപ്പാടുകളെക്കുറിച്ച്, ആദിപാഠങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ് എന്നും ദൈവസഭ അതേ രീതിയിലാണ് ഇന്നും ഇരിക്കുന്നെങ്കിൽ അത് മാറ്റമുണ്ടാകേണ്ടത് ദിവസങ്ങളിൽ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് കൂടി ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ഞാൻ ഈ സന്ദേശം ഒന്നുകൂടെ അവസാനിപ്പിക്കുമ്പോൾ കഥ പറഞ്ഞ വചനപ്രകാരം അതെ, ഇത് സംബന്ധമായി കഥ പറഞ്ഞു, നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തെ നല്ലവണ്ണം അറിയുന്ന കർത്താവായിരുന്നു. അവരുടെ ഹൃദയത്തെ നന്നായി അറിഞ്ഞുകൊണ്ട് ഒരു കേൾക്കുന്തോറും അവര് ദുഃഖമുണ്ടായി കേൾക്കുന്ന ഒന്നും അവർ ഉള്ളിലേക്ക് പോകാതിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കത് വഹിപ്പാൻ കഴിവില്ല എന്നറിയാം, എന്നാൽ ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. സത്യത്തിന് ആത്മാവ് വരുന്നത് അതിനു വേണ്ടിയാണ്. അവൻ വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും എന്ന് പറഞ്ഞു. രാത്രിയിൽ ഞാൻ സമയം തീർന്നുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ അയച്ചത് ലോകത്തോട്, മനുഷ്യവംശത്തോട് ദൈവം സംസാരിച്ചു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഭാവികളായിരുന്നു, നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷയെക്കുറിച്ചും ഭാവിയാണെന്നുള്ളതും നാം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു വിശ്വസിക്കണമെന്നും
വിശ്വാസാനം ഏൽക്കണമെന്നുള്ള സന്ദേശം അടിസ്ഥാന ഉപദേശങ്ങൾ മനസ്സിലാക്കി തന്നപ്പോൾ നമുക്ക് കൃപയാൽ അതിൽ പരിപാടിയായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിനെ നാം സ്വീകരിപ്പാടിയായി തീർന്നു. ഇടറി പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നിരവധി ലേഖനങ്ങളിലൂടെയും വെളിപ്പാടത്തിലൂടെയും പ്രവചനങ്ങളിലൂടെയും നിരവധി എത്രയോ സന്ദേശങ്ങൾ വരാനുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മനുഷ്യവംശം സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധമായി വെളിപ്പെടുത്തുന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ വരാനുള്ളത് ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ. നിന്റെ ആത്മാവ് വന്ന് ഞങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തണമേ. കർത്താവേ, ദിവസങ്ങളിൽ ഞങ്ങൾ സ്വയമായി സംസാരിക്കാതെ ഞങ്ങളുടെ ആത്മാവിൽ സംസാരിച്ച് ഞങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തി അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടണമേ. അതേ കർത്താവേ, ഞങ്ങൾക്ക് വരാനുള്ളത് ഞങ്ങളെ അറിയിച്ചു തന്ന ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വരാനുള്ളതിനെക്കുറിച്ചുള്ള അറിവുള്ളവരായി വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണം. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ചയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കും. ദൈവമായ കർത്താവ് നമ്മെ എവരെയും ധാരാളമായി